ഹായ്, എല്ലാവർക്കും വിദ്യാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ട് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് നോമ്പ് തുറക്കുമ്പോഴോ അല്ലെങ്കിൽ സാധാരണ 4 മണി പലഹാരമൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റായിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും സ്വാദാണ് കേട്ടോ ഈ ഒരു സ്നാക്കിനുള്ളത്. മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുക നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 2 നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴമാണ് കേട്ടോ. വളരെ പഴുത്ത് കറുത്തിട്ടുള്ള ഒരു സ്റ്റേജിലെത്തുന്ന നേന്ത്രപ്പഴമാണെങ്കിലും കുഴപ്പമില്ല, നല്ലപോലെ പഴുത്ത നേന്ത്രപ്പഴമായിരിക്കണം, അതാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതിലും ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെറിയ കഷ്ണമായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുത്ത് വയ്ക്കാം. അതിനുശേഷം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഉപയോഗിക്കാം. ഞാനിപ്പോൾ വറുക്കാത്ത റവയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. എണ്ണയോ നെയ്യോ ഒന്നും ഒഴിക്കേണ്ട, ഡ്രൈ റോസ്റ്റ് മാത്രമാണ് ചെയ്തെടുക്കേണ്ടത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ റവയ്ക്ക് നല്ലൊരു മണം വരുന്നവരെ ചെയ്തെടുത്താൽ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ വറുത്ത റവയാണെങ്കിലും ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നല്ലപോലെ വറുത്തെടുക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്ക് വറുക്കാത്ത റവയാണെങ്കിലും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഇതുപോലെ നല്ലൊരു മണം വരുന്നവരെ അത് ചൂടാക്കി എടുക്കുമ്പോൾ ഈ ഒരു റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വറുത്തെടുത്തിട്ട് ഞാനതോട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് സെയിം പാനിലോട്ട് ഞാനൊരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും നെയ്യിൻ്റെ ആവശ്യമില്ല, കുറച്ചിട്ട് കൊടുത്താൽ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ മതി എന്നുള്ളവർക്ക് അത്ര ഇട്ട് കൊടുക്കാം കേട്ടോ. വളരെ കുറച്ച് പോലും ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ നെയ്യ് തന്നെ ഇതിലേക്ക് ഉപയോഗിക്കണം കേട്ടോ. എണ്ണ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, നെയ്യാണ് ഇതിന് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നെയ്യിൻ്റെ അളവ് ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് കുറയ്ക്കാം കേട്ടോ, ഇത്രയും വേണമെന്നില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഇത്തിരി കൂടുതൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് നെയ്യ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അധികം എണ്ണ നെയ്യൊന്നും ഉപയോഗിക്കാത്ത ഒരു സ്നാക്കാണ് കേട്ടോ അത്. അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ കണ്ടോ, പഴപ്പത്തിരി ചെറിയ ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്, നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ്. തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാരയും അതുപോലെ ഒരു 3 ഏലക്കായും പൊടിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല മധുരമുള്ള പഴമാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാരയൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ അതും കൂടി പൊടിച്ച് തൊട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി തേങ്ങയുടെ ജസ്റ്റ് ആ പാലൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടിയാൽ മതി, ഒരുപാട് അങ്ങോട്ട് കളർ ചേഞ്ച് ആവുന്നവരെ വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 1-2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മിക്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഇനി നെക്സ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന റവയാണ് കേട്ടോ. നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന റവ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഓൾറെഡി നമ്മൾ നേരത്തെ വറുത്തതുകൊണ്ട് ഇനിയിപ്പോൾ അത് കൂടുതൽ വഴറ്റിയൊന്നും എടുക്കണ്ട, എല്ലാവിടെയും ഒന്ന് ആവുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് പശുവിൻ പാലാണ്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് തിളപ്പിച്ച് ആറിയ പശുവിൻ പാൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഫ്ലെയിം കൂട്ടരുത്, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവാവുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോഴേക്കും ഈ പാലിൽ കിടന്നിട്ട് നമ്മുടെ ഈ റവയൊക്കെ ഒന്ന് കുക്കായി കിട്ടും. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ട ഈ ഒരു പാകമാവുന്നവരെ നമ്മളത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഈ ഒരു പാകമാവുന്നവരെ റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്ത ശേഷം ആയി കിട്ടിയ ശേഷം നമ്മളിത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇതിന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അത് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം. ഇതുപോലെ ബോളാക്കിയിട്ട് എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ഉള്ളം കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയിട്ടെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്കി കട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ കുക്കി കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ കഴിക്കണം എന്നുള്ളവർക്ക് ഈ ഒരു സ്റ്റേജിൽ തന്നെ കഴിക്കട്ടെ, നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോൾ ഏത് പ്രായത്തിലുള്ള വയസ്സായവർക്കൊക്കെ ആണെങ്കിലും എണ്ണയൊന്നും അധികം കഴിക്കാൻ പറ്റാത്തവർക്ക് നെയ്യൊക്കെ വളരെ കുറച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. വളരെ ടേസ്റ്റായിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കഴിക്കുന്നതിന് വേറെ ഒന്നും ചെയ്യണമെന്നും കൂടി ഇല്ല. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിന് ഇത് ആക്കിയെടുത്ത ശേഷം ഒന്ന് നമ്മൾ പാനിൽ ഒരു ലൈറ്റ്
ലൈറ്റായിട്ട് നമുക്ക് ഒന്ന് നെയ്യ് ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. നെയ്യ് ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂണോ അല്ലെങ്കിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. പാനിലൊന്ന് അടിയിൽ ഇങ്ങനെ പിടിക്കാതിരിക്കാൻ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് നമുക്ക് ഈ ബോൾസൊക്കെ ഒന്നിച്ച് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറാക്കി എടുക്കുക. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട, ഒന്ന് ഷാലോ ഫ്രൈ മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ ഒന്നുമില്ലെങ്കിൽ സ്പാക്സിൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെ തിരിച്ചിട്ടോ, അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് ആ പാൻ ഇങ്ങനെ ഇളക്കിയെടുത്ത് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് കളറൊന്ന് ചേഞ്ച് ആക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ചെയ്യണമെന്നില്ല, താല്പര്യമുള്ളവർക്ക് മാത്രം ചെയ്താൽ മതി. ഇങ്ങനെ ഒന്നും കൂടി ചെയ്യുമ്പോൾ ഒന്നും കൂടി ഒരു ചെറിയ ആ ഒരു ബ്രൗൺ കളറൊക്കെ വരുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രം. അപ്പോൾ എണ്ണയിലൊന്നും വറക്കാത്ത നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് പറയാനായിട്ട് മറന്നു പോകരുത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.